ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ, നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ദൈവത്തിന് മഹത്വം. അതേ പ്രിയമുള്ളവരെ, ഏതാണ് ഗുണമെന്ന് തിരിച്ചറിയുവാനുള്ളതായ ജ്ഞാനം ഇല്ലാത്തവരാണ് നമ്മൾ മനുഷ്യർ. എന്നാൽ ദൈവകൃപയോടെ ദൈവിക പദ്ധതികളെ, ദൈവഹിതത്തെ തിരിച്ചറിയുവാനായിട്ട് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സാധിക്കും. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായ ദൈവിക പദ്ധതി എന്നുള്ളതായ വിഷയത്തോട് ബന്ധപ്പെട്ട് ഈ ദൈവിക പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഒന്നാമതായി ദൈവിക പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണത ഉള്ളതായ പദ്ധതിയാണ്. പെർഫെക്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ട്. ഒരു നല്ല പൂർണ്ണതയുടെ ഒരു അനുഭവമാണ് ദൈവിക പദ്ധതി. 2, അതിലൊരു പൂർണ്ണതയുടെ സമയം, ഒരു പെർഫെക്റ്റ് ടൈം, ഒരു റൈറ്റ് ടൈം, തക്ക സമയത്ത് പൂർത്തിയാക്കപ്പെടുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ദൈവിക പദ്ധതി. മൂന്നാമതായിട്ട് ഇതിനെ നമുക്ക് അറിയുവാനായിട്ട് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതാണ് നമ്മൾ പ്രത്യേകിച്ച് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പറയുന്നു എല്ലാത്തിനും ഒരു ദൈവികമായ സമയമുണ്ട്. നമ്മൾ എത്ര ധൃതി പിടിച്ചാലും, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ മേൽ ഇട്ടിട്ടുള്ളതായ ദൈവിക പദ്ധതി പൂർത്തിയാകപ്പെടുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നതും ആ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ മാത്രമാണ്. നമ്മൾ അതിൻ്റെ അകത്ത് വായിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ അപ്പോയിൻറ്റഡ് ഉള്ള സമയത്ത്, അവിടെ ഇംഗ്ലീഷ് പറയും ദെർ ഈസ് ആൻ അപ്പോയിൻറ്റഡ് ടൈം ഫോർ എവറിതിങ്. ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ദൈവിക പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളുമൊക്കെ ദൈവത്തിൻ്റെതായ വിചാരങ്ങളും വഴികളും ഒക്കെ എത്രയോ വ്യത്യസ്തമാണ്. നമ്മൾ പലതും നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് പെട്ടെന്ന് നടക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ദെർ ഈസ് എ ടൈം ഫോർ എവറിതിങ്. എല്ലാത്തിനും ഒരു സമയം ഉണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. എന്നിട്ട് പറയുകയാണ് ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടത്. ചിരിക്കാനും കരയാനും നടുവാനും പറിക്കാനും ഒക്കെ എല്ലാത്തിനും ഒരു കാലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തെ തിരിച്ചറിയുവാൻ, ആ ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ ആകാശത്തിൻ്റെ കീഴിലുള്ളതായ സകല കാര്യങ്ങൾക്കും, ഈ ഭൂമിയിലുള്ള സകല കാര്യത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ പെർഫെക്ഷനെ പറ്റി നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ദൈവത്തിൻ്റെ ഒരു പൂർണ്ണതയെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവിക പദ്ധതി ഒരിക്കലും അബദ്ധം പറ്റത്തില്ല, അത് താമസിച്ചു പോകത്തില്ല, അത് നേരത്തെ ആകത്തില്ല, ഒരു സെക്കൻഡ് പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല. അതിനൊരു സമയം ദൈവം നിശ്ചയിച്ചാൽ ആ സമയത്ത് നടക്കും. പക്ഷേ എവിടെയാണ് നമുക്കതിൽ സങ്കടം വരുന്നത്, പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാത്തിനും ഒരു സമയം നിശ്ചയിക്കും. ഇന്ന കാര്യം ഇന്ന സമയത്ത് നടക്കണം, ഇന്ന കാര്യം ഇന്നതുപോലെ നടക്കണം. അതെല്ലാം നമ്മുടെ പദ്ധതികളാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ പദ്ധതികളോ നിങ്ങളുടെ വഴികളോ ഒന്നും അല്ല എൻ്റേത്. ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്തത് ഭംഗിയായിട്ട് ദൈവം ചെയ്തു തരുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആ സത്യത്തെ നമ്മൾ മറന്നു പോകരുത്. വീണ്ടും നമ്മൾ ഈ സഭാപ്രസംഗി 3:11 2-ാമത്തെ ഭാഗത്ത് വരുമ്പോൾ അവിടെ പറയുന്നു, എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല. ഇത് മനുഷ്യനെ പറ്റി പറയുന്നത്. ഈ ദൈവിക പദ്ധതിയെ ഗ്രഹിക്കുന്നതിന് നമുക്കെന്തില്ല, അതിനുള്ളതായ അറിവും ജ്ഞാനവുമില്ല. നമുക്കതിന് സാധിക്കുന്നില്ല, അതിനുള്ള കഴിവ് നമുക്കില്ല. ഇന്ന് അനേകർ പലതുമൊക്കെയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴും ആ ദൈവം ചെയ്തിട്ടുള്ള പദ്ധതികൾ,
അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ദൈവിക പദ്ധതി, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. ധൃതി പിടിക്കരുത് അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളത് പഠിച്ചതാണ്. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നതാണ് ഓരോ ദൈവപൈതലിൻ്റെയും പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോന്നിനും ഓരോ പദ്ധതികൾ ഇടുമ്പോൾ നമ്മൾ അതിനുശേഷം അവസാനം ദൈവത്തോട് പറയരുത്, കർത്താവേ ഇതാണ് എൻ്റെ ആഗ്രഹങ്ങളും പദ്ധതികളുമൊക്കെ, ഇതിനെ നീ ഒന്ന് പൂർത്തിയാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കൊരിക്കലും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയില്ല പ്രിയമുള്ളവർ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം, നമ്മൾ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നതായ ഒരു പ്രവൃത്തി. ഇവിടെ പറഞ്ഞു ജനിപ്പാൻ ഒരു കാലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ഒരു ഡേറ്റ് പറയും. അല്ലെങ്കിൽ ഒരാൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരു ഡേറ്റ് പറയും. നമ്മൾ ആ ഡേറ്റ് വെച്ചുകൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ആ പറഞ്ഞ ദിവസത്തിൽ നിന്നും ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി, അല്ലെങ്കിൽ സിസേറിയൻ്റെ സമയം പോലും പറഞ്ഞതിൽ നിന്നും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതായ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മനുഷ്യനെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആ സൃഷ്ടിപ്പ്, നമ്മൾ 139 സങ്കീർത്തനത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടയുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ദൈവം നമ്മളെപ്പറ്റി ഓരോ പദ്ധതികൾ ഇടുമ്പോൾ നമ്മൾ ജനിക്കുന്നത് പോലും ആ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. പിന്നീട് നമ്മൾ കുറച്ച് നാൾ ഇവിടെ ജീവിക്കുമ്പോൾ അവിടെയാണ് എന്താണ് എന്നിലൂടെ ഈ ഷോർട്ട് ടൈം, അല്ലെങ്കിൽ കുറച്ച് സമയം ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യണം, അവിടെ ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകരമായിട്ട് തീരുന്നത്. ഇത് തിരിച്ചറിയാൻ പറ്റാത്തവരാണ് പലപ്പോഴും നിരാശയിലേക്ക് താണു പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തട്ടെ. ദൈവിക പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത അതൊരു പൂർണ്ണതയുടെ പദ്ധതിയാണ്. അതിന് പൂർണ്ണതയുടെ ഒരു പ്രത്യേകമായ തക്ക സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ സാധാരണമായ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിവില്ല. അപ്പോഴെന്ത് ചെയ്യണം? ആ ബലവാനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അത് പൂർത്തിയാകുവാൻ തക്കവണ്ണം ആ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. അവൻ അതതിൻ്റെ സമയത്ത് സകലവും ഭംഗിയായിട്ട് ചെയ്യും. ഹീ മേക്സ് എവറിഥിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. അതുകൊണ്ട് ആ സമയത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാം. ആരും ധൃതി പിടിക്കാതെ നമ്മുടെ ജീവിതത്തിലെ ഓരോന്നും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പൂർത്തിയാകുമ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാൻ അതിനൊരു പൂർണ്ണതയുണ്ട് എന്നും അതിനൊരു തക്ക സമയമുണ്ടെന്നും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് പ്രയാസമുള്ളതാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷകരമായ പ്രത്യാശയുള്ളതായി ജീവൻ നയിപ്പാൻ സകലരെയും സഹായിക്കണം. ആരും നിരാശപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.